കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പരാതി പരമ്പരകളാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പുറത്തു വന്ന പരാതികൾ മഞ്ഞമലയുടെ ഒരു അറ്റം മാത്രമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. തുറന്നു വരുന്ന വാർത്തകൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടിയുടെ എംഎൽഎയും നേതാവുമായിരുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളുടെ നടുവിൽ കൃത്യമായ തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് അതിനോട് എന്ത് നടപടി സ്വീകരിച്ചുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കാനും തേച്ചുമാറ്റി കളയാനുമുള്ള പരിശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത്. തുല്യം സ്നേഹിക്കുന്ന നേതാവിനോട് ഞാൻ ഇതെല്ലാം 3 വർഷം മുമ്പ് പറഞ്ഞിട്ടും കാര്യമായ ഒരു നിലപാടും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ പരാതിയുടെ തുടക്കം ഉണ്ടായത്. ഞാൻ അപ്പോഴേ ഇടപെട്ടു എന്ന് വി സതീശൻ പറഞ്ഞെങ്കിലും എന്നോടൊരു കാര്യവും പറഞ്ഞിരുന്നില്ല എന്നും മറുഭാഗം വിശദീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഓരോന്നോരോന്നായി തെളിവുകൾ പുറത്ത് വിട്ടത്. മനസാക്ഷിയുള്ള കേരളത്തിലെ ജനതയും സാധാരണ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ശക്തമത്തായി ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഈ പ്രതികരണത്തിന്റെ കരുത്തിലാണ് നടപടി എടുത്തതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആലോചിച്ചു. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കത്തിയത്. അതും വീര പരിവേഷം നൽകി ഞാനങ്ങോട്ട് രാജിവെക്കുകയാണ് എന്നാണ് രാഹുൽ മാക്കൂട്ടം വ്യക്തമാക്കിയത്. അതിലൂടെ ജനരോഷം അവസാനിപ്പിച്ച് ദുർബലപ്പെടുത്തി രക്ഷപ്പെടുത്താനാവുമെന്നായിരുന്നു ആദ്യത്തെ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. വീണ്ടും ശക്തിയായ പ്രതികരണം ഉയർത്തുകയും കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ഒന്നടങ്കം ഈ പീഡന തെളിവുകൾ അവരുടെ കൺമുമ്പിൽ എല്ലാം കാണുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രോഷത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിലെ വിഭാഗങ്ങളും കൂടെയൊക്കെ വന്നപ്പോഴാണ് വ്യക്തിത്വമില്ലാതെ
കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന വാദം ഉന്നയിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ MLA സ്ഥാനം ഒഴിവാക്കാനോ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കോൺഗ്രസിന്റെ തന്നെ ഭരണഘടനയുടെ 19 പ്രകാരം ഇതിനെ 6 പ്രകാരം ഒരു ജനപ്രതിനിധിയായ കോൺഗ്രസ് പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്താൽ അയാൾ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ആർജിച്ച എല്ലാ പദവികളും രാജിവെക്കണം എന്നാണ് അവരുടെ ഭരണഘടന. കോൺഗ്രസിന്റെ ഭരണഘടനയുടെ 19 ക്ലോസ് നമ്പർ 6 ക്ലോസ് C പ്രകാരം. സാധാരണ കോൺഗ്രസിൽ സസ്പെൻഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത്ര കാലാവധി വരുന്ന സസ്പെൻഷനെ സംബന്ധിച്ച് ഒപ്പം തന്നെ തീരുമാനിക്കുന്നതാണ്. കോൺഗ്രസ് ഭരണഘടന പ്രകാരം കാലാവധി പറയാതെ കൊണ്ട് 30 ദിവസം കാലാവധി കഴിഞ്ഞാൽ അവർക്കവരെ മാക്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടുള്ള നിയമ തടസ്സവും ഉണ്ടാവില്ല. ഇത്തരത്തിലൊരു ഒത്തുകളിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക അല്ല, മറിച്ച് ജനകീയ സമ്മർദ്ദം കൊണ്ട് വ്യക്തിതരമില്ലാത്ത അവസ്ഥയിൽ ജനങ്ങളുടെ കണ്ണിൽ ഉയരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രമുഖരുൾപ്പെടെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ അതിക്രൂരമായ ക്രിമിനൽ നിലപാടുകൾ മായ്ച്ചു കളയുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ തുടങ്ങി. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ രാഹുൽ മാക്കൂട്ടത്തെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ അടക്കം കൊടുത്തു കൊടുക്കുന്നതല്ല തോന്നുന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അഗാധത്തിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും അതുവഴി സാധിക്കുമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുക. പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ആകെ നാണക്കേടുണ്ടാക്കി ഈ പ്രശ്നത്തിന്റെ പേരിൽ ചിന്തിച്ച് തലതാക്കുന്നതിന് പകരം അക്രമ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് ഇപ്പോഴ് പകർവെളിച്ചം പോലെ വ്യക്തമാക്കുകയാണ്. ബുധനാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസും കുറെ കമ്മിറ്റികളും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള കടന്നാക്രമണം പോലീസിന് നേരെയുണ്ടായിരുന്ന തീപന്തം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അത് രാത്രി അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനും അതുവഴി രാഹുലിന്റെ നേരെയുള്ള ജനരോഷം വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ പ്രശ്നമൊന്നും കേരളത്തിൽ ഏശാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലത്. രാഹുൽ ചെയ്ത മനുഷ്യത്വഹീനമായ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഇവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. CPIM അതുപോലെ CITUവിന്റെയും കുടിമരങ്ങളും കൂടുകളും
നശിപ്പിക്കുക എന്നതും ഇതിന്റെ ഒപ്പം തന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പത്രപ്രവർത്തകർക്കെതിരെയുള്ള കടന്നാക്രമണവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. തൃശ്ശൂരിൽ ദേശാഭിമാനി അതുപോലെ തന്നെ തന്റെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് അവർ തയ്യാറാക്കി വെച്ചിരുന്ന വലിയ ബോർഡുകൾ ഉൾപ്പെടെ അവിടെ നശിപ്പിക്കുകയുണ്ടായി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ തയ്യാറാക്കിയ ബോർഡ് വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. പാർട്ടിയുടെ സ്ഥാപിച്ച ബോർഡുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ടാവുകയും രാഹുൽ വാഗ്ദാനം ചെയ്ത തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവും സ്ഥിതിയും സംജാതമായി. റിപ്പോർട്ടർ TV പ്രവർത്തകരെ പേരാമ്പ്രയിലും മേപ്പിയൂരിലും ഉൾപ്പെടെ ആക്രമിച്ചു. ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ തൃശൂർ ബ്യൂറോ ഓഫീസ് അതിന് നേരെ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അപകീയമായ ഇത്തരം അക്രമങ്ങൾ ഒരു തുടർച്ചയായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിലെ ക്രിമിനൽ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ വടകര MP നടത്തിയ വളരെ ശക്തമായ രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾക്ക് ശേഷമാണ് ഈ സംഘം വലിയ രീതിയിലുള്ള കടന്നാക്രമണത്തിന് മുന്നിലാൻ തുടങ്ങിയത്. MP-ക്ക് നേരെ കടന്നാക്രമണം നടന്നുവെന്ന് പറഞ്ഞാണ് അത് നിഷേധിച്ചത്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ വിശദീകരിച്ച് പർവ്വതീകരിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് അതിന്റെ മകയിൽ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണം നടത്താൻ ഭീകരത അടിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരുടെ പട്ടികയിലാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ഏറുവരുന്ന സമയത്തെടുക്കുന്ന നടപടികൾ കോൺഗ്രസിന് അനുകൂലമായ ഇത്തരം ഘടകങ്ങൾക്ക് അനുകൂലമായ നിലപാടും സ്ത്രീവിരുദ്ധ സമീപനവുമാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. കോൺഗ്രസിന്റെ തന്നെ മുൻ സമീപനങ്ങളും പോകുകയാണ്. ഇവിടെ MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ഉണ്ടായ സമീപനം സ്വീകരിച്ചത് സംബന്ധിച്ച് പിടിച്ചാലും സൂക്ഷ്മമായി പരിശോധിച്ച് നമുക്ക് അവരെയാണ് കാണാൻ സാധിക്കും. ഇതിനെതിരായി നീറി വളരുന്ന ജനരോഷം ഏതെല്ലാം തരത്തിലുള്ള മൂടിവെക്കാനുള്ള ശ്രമം നടത്തിയാലും തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കും എന്ന കാര്യം കോൺഗ്രസ് മറക്കണം.
പ്രധാനമായിട്ടും മറ്റൊരു കാര്യം GST രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ കേരളത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 8,000 മുതൽ 50,000 കോടി രൂപ വരെ കേരളത്തിന്റെ നഷ്ടവുമായി ബന്ധപ്പെട്ടുള്ള കണക്കാണ് പുറത്തു വരുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഇരട്ടത്തുക നിർദ്ദേശങ്ങൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തിരിച്ചടികൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് GST നിർദ്ദേശങ്ങൾ കൂടി കടന്നു വരുന്നത്. ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോട്ടറിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. GST 28% നിന്നും 40% വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഭാഗ്യക്കുഴിയെ ആകെ തകർക്കുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത്. 2017 12% ലോട്ടറിയുടെ GST. 2020 അത് 28% ഉയർത്തി. ഇപ്പോൾ അത് 40% മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 350% വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ ഉപജീവന മാർഗവുമായി സ്വീകരിച്ച ഒന്നാണ് ഈ ലോട്ടറി വിൽപ്പന. ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേമ പദ്ധതികൾ പലതും കേരളത്തിൽ നടപ്പിലാക്കുന്നത്. നീതിയിലൂടെ ലോട്ടറി രംഗം നടക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുക. എല്ലാ തരത്തിലുള്ള കേരളത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. ഈ രംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവരും വിശാലമായ ഒരു പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായി വരുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഇനിയിപ്പോൾ ലോട്ടറി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രധാനപ്പെട്ട രീതികൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ പോയി കണ്ട് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം ഗൗരവപൂർവം നിർദ്ദേശിക്കുകയോ എന്തെങ്കിലും വാഗ്ദാനം അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. GST കൗൺസിൽ വെക്കാം എന്ന് പറഞ്ഞു എന്നാണ് ആ സംഘത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന MP ജയരാജൻ ഇപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായ രംഗത്ത് വിശാലമായ അർത്ഥത്തിൽ നടത്തേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മലയോര ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഭൂപതിവുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ച ഏറ്റവും അവസാനത്തെ ചട്ടത്തിൽ വരുത്തിയ ഭേദഗതിയുടെ അംഗീകാരം. മലയോര മേഖലയിലെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി 1960 ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായി 11 ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
ഇപ്പോൾ പതിമൂന്ന് വ്യവസ്ഥകൾ മലയോര ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഏതാണ്ട് 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഇതിനകം തന്നെ ഗവൺമെന്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൈവശ ഭൂമിയിൽ അവർക്ക് കൃത്യമായ അവകാശം രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള കേരളത്തിൽ അങ്ങോളം പ്രത്യേകിച്ച് ഇടുക്കി അവിടെ പ്രശ്നം പരിഹരിക്കുന്നതിനും ആവശ്യമായ ഭേദഗതി ചെയ്യും എന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 380ാമത്തെ വാഗ്ദാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ചതാണ്. അത് ഈ ഗവൺമെന്റ് വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പോവാണ്. കർഷകരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് സഹായകമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സഹായകമായ നടപടികളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയുടെയും കർഷക പ്രസ്ഥാനത്തിന്റെയും എല്ലാം പ്രവർത്തകർ ഫലപ്രദമായി ഇടപെട്ട് ഹെൽപ്പ് ഡെസ്കുകൾ തയ്യാറാക്കി കൃഷിക്കാരെ കൃഷി രാഷ്ട്രീയത്തിന് അധികമായി സഹായിക്കുന്നതിന് നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. വലിയ ഒരു ജനവിഭാഗത്തിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഓണസമ്മാനം പോലെ ഈ കൃഷിക്കാർക്ക് അനുകൂലമായ ഈ ചട്ടഭേദഗതി നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കണം അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതര മതസ്ഥർക്ക് ഭൂമി കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിബന്ധനകളാണ് BJP ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. രേഖകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ ഭൂമി വാങ്ങുന്നതിന് ആളുകൾക്ക് സാധിക്കുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. നിരവധി പേരുടെ പൗരത്വം റദ്ദാക്കിയ സംസ്ഥാനത്താണിപ്പോൾ ഈ നാട് കടത്തൽ അരങ്ങേറുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടത്. ന്യൂനപക്ഷ ജനവിഭാഗത്തിലുള്ള ആളുകളുടെ വീടുകൾ തകർക്കുന്നതും കടന്നാക്രമിക്കുന്നതുമെല്ലാം അവരുടെ പള്ളികൾ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ അച്ഛന്മാരെയും അവരോടൊപ്പമുള്ള ആളുകളെയും ആക്രമിക്കുന്നതുമെല്ലാം വർഗീയ ധ്രുവീകരണം നടത്താനുള്ള സംഘപരിവാർ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയും. ഈ രീതിയിൽ ഇന്ത്യയിലുടനീളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് BJP ഭരണസംവിധാനവും ഭരണകൂടവും RSS സംഘപരിവാർ വിഭാഗങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതുകൂടി നമുക്ക് കാണാൻ കഴിയും. പൊതുവായി പറയാം. പക്ഷെ ഷാഫിയെ തടഞ്ഞതിനകത്ത് DYFക്ക് സ്ട്രാറ്റജിക്കായിട്ടൊരു പാളിച്ച പറ്റും. അല്ല, അതിൽ തടയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വികാര പ്രകടനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനെയാണ് വർദ്ധനീകരിച്ചത്. അതായത് ഒരു പ്രകടനം നടത്താറുള്ളൂ. പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രകോപനം, ആ പ്രകോപനം ഉണ്ടാകും. അല്ലാണ്ട് ഷാഫിയെ തടയേണ്ട കാര്യം കഴിഞ്ഞിരിക്കും. ഒഴിവാക്കാമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തില് ഇങ്ങനെ വെറുതെ ആവശ്യപ്പെടുന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നടപടിയെന്ന് പറഞ്ഞുകൊണ്ട്
അല്ല അതല്ല നമ്മളൊരു മറ്റേ പ്രക്ഷോഭങ്ങളോ അങ്ങനെ അതൊക്കെ വരാൻ ഇന്നത്തെ ഈ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ, ഇവരായിരിക്കില്ലല്ലോ. അപ്പൊ ശ്രദ്ധേയ രീതിയിലുള്ള വലിയ മുന്നേറ്റം ഞങ്ങൾ ഒറ്റ നടത്തുന്ന ഉദ്ദേശിക്കില്ല. ഞാൻ രാഹുൽ മാക്കൂടത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ തന്നെയാണ് പറഞ്ഞത്, കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. ആണ് ഞങ്ങളുടെ നമുക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യം തീരുമാനിക്കേണ്ടത്? അവരുടെ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തിലേക്ക് ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്, ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിലും നല്ല സമ്മർദ്ദമായിരുന്നു കോൺഗ്രസിന് തന്നെ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ശാസ്ത്രീയ സമ്മർദ്ദം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉൾപ്പെടെ കണ്ണിൽ കുടിയിടാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നീക്കിയത് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗത്താണ്. പക്ഷെ അങ്ങനെയൊന്നും കണ്ണിൽ കൂടിയിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. നല്ലപോലെ ജനരോഷം ഈ കേരളത്തിലുടനീളം ആരുടെയും മനസ്സിൽ നിന്ന് പോകാതെ രീതിയിൽ തുടരും. ഇപ്പോഴത്തെ ഉണ്ട് അത് ഈ തുടരും. പക്ഷേ ഈ റിപ്പോർട്ടർ TV ആക്രമിച്ച സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹനെ അല്പസമയം മുമ്പ് പോലീസ് പിടിച്ചു തമ്പാനൂർ വെച്ച്. MLA ഹോസ്റ്റലിൽ ഒളിവിൽ കഴിയാൻ വേണ്ടി വരികയായിരുന്നു. അതെ, അവിടെ താമസം ഉണ്ടാക്കിയിട്ട് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ സംഘർഷം ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ പരിപാടി. അത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയുന്നത് വലിയ കാര്യമില്ല. ഇത് ക്രിമിനൽ സംഘമാണ്. 10-50 ആളുകൾ, 20-28 ആളുകൾ എന്തും ചെയ്യുന്നതിന് മടിയില്ലാതെ ഒരു സ്ഥിതി. അതാണ് ഇവിടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടികളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ റിപ്പോർട്ടർ TVക്കെതിരായിട്ട് കടന്നാക്രമണം നടന്നപ്പോ മാധ്യമ മേഖലയിൽ നിന്നുണ്ടാവേണ്ടുന്ന അതിശക്തിയായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. എന്തെങ്കിലും പ്രതിഷേധിക്കാതെ ഇന്ന് റിപ്പോർട്ടർ TVക്കെതിരായിട്ട് നാളെ ഓരോന്നിനെതിരായിട്ട് വരും. ഏതെങ്കിലും ഒരു ചാനലോ ഏതെങ്കിലും ഒരു മാധ്യമമോ ഇതിൽ നിന്നെല്ലാം പോയിട്ട് നിൽക്കുന്നു എന്ന് കേരളത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കില്ല. കോർപ്പറേറ്റ് താല്പര്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത് സത്യമാണ്. എങ്കിൽ പോലും പ്രവർത്തകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടിട്ട് പിണറായി സർക്കാരിന് കൂടുതൽ പിന്തുണ എന്നുള്ളത് NSSന്റെ പല നേതാക്കളും പറയുന്നുണ്ട്. അപ്പോൾ സമദൂര നിലപാടിൽ മാറി ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സ്ഥിതിക്ക് LDFന് കൂടുതൽ അനുകൂലമായ നിലപാട് വരുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാട്ട് തമ്മിലേക്കുള്ള യാത്രയില് ഒരു നവകേരളം സൃഷ്ടിക്കാൻ അതിന് നല്ല പിന്തുണ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ ഇലക്ഷൻ ആവുമ്പോഴേക്ക് ഇനിയും ശക്തിയായിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത്. രണ്ടാം ടേം കഴിഞ്ഞ് ഒരു മൂന്നാം ടേമിലേക്കാണ്. രണ്ടാം ടേം കഴിഞ്ഞ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പൊ മൂന്നാം ടേം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ പുതിയ അധ്യായമായി. അധ്യായം കുറിക്കുക ചെയ്യും. അതിനുതകുന്ന രീതിയിലുള്ള നിലപാടുകളാണ്, നടപടികളാണ് മറുഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് യാദൃശ്യമായി കിട്ടിയാൽ മാത്രം. അതില്ലെങ്കിൽ തന്നെ വെറുതെ ജനാധിപത്യത്തിലൂടെ മൂന്നാം ടേമിലേക്ക് അയ്യപ്പന്റെ കടാക്ഷം ഉണ്ടാവുന്നോ? അയ്യപ്പന്റെ മാത്രമല്ല, അയ്യപ്പനെ ഉൾപ്പെടെ എല്ലാത്തിന്റെയും കടാക്ഷം. എന്ത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ലോകത്തെ എവിടെയായാലും ആശയവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അതിനെല്ലാം എത്തിയിട്ടുണ്ട്. ലോകത്ത് എവിടെയും ഇവിടെയും ഈ കടാക്ഷം ഒരു പുരോഗമന സങ്കല്പമാണ്. കടാക്ഷം ഒരു പുരോഗമന സങ്കല്പമാണ്. കടാക്ഷം സങ്കല്പമാണ്. അയ്യപ്പന്റെ കടാക്ഷം ചേർത്താലേ ആ കടാക്ഷത്തിന് അർത്ഥം കാര്യമാണ്. കടാക്ഷം പുരോഗമന സങ്കല്പമാണ്. അതായത് ന്യായമായ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ, പുരോഗമനപരമായ കാര്യങ്ങൾ, സ്നേഹം, ഐക്യം, സമാധാനം, ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന എല്ലാറ്റിനും ഒപ്പമാണ് എല്ലാ കാലത്തും ആശയ സംഹിതകളുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നേടാനും ആർജിക്കാനും സാധിക്കും. പക്ഷെ അപ്പൊ ഈ യുവതി പ്രവേശനത്തിലെ അടുത്ത നിലപാടെന്താ? പുരോഗമനപരമായ ഉണ്ടെങ്കിലേ നിലപാടുണ്ട്. വെറുതെ നിലപാട് ഇല്ലാതെ ചോദിക്കാൻ ഇല്ലാതെ ഞാൻ പറയാം. ഈ അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് BJP അയ്യപ്പ സംഗമത്തിന്റെ ഉള്ളുന്നത് ആർക്കാരും എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു കാര്യം കൂടെ പറയാം. വിശ്വാസികൾ ഈ കേരളത്തിലും ഇന്ത്യയിലും മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. വിശ്വാസികൾ വർഗീയവാദികളല്ല.
വർഗീയവാദികളെ കുറിച്ച് വിശ്വാസവുമില്ല. വിശ്വാസം ഒരു ഉപകരണമായി ഭരണാധികാരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരായുധമായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വർഗീയവാദികൾ. അവർ വിശ്വാസികളല്ല. യഥാർത്ഥ വിശ്വാസികൾ വർഗീയവാദികളല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ കേരളത്തിലുൾപ്പെടെ വർഗീയവാദികൾക്കെതിരായ പോരാട്ടത്തിൽ തന്നെ നല്ല പങ്ക് വഹിക്കേണ്ട ഒരു വിഭാഗമാണ് വിശ്വാസികൾ. അല്ലാണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും വലതുപക്ഷക്കാരും മാത്രമല്ല വർഗീയതക്കെതിരായ പോരാട്ടത്തിന് മുമ്പിൽ വരേണ്ടവർ. വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം അങ്ങനെ തന്നെയാണ്. ആ രീതി വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് CPIM കൊണ്ടു കൊടുക്കുന്നത്. അതാണ് കാര്യം. ഈ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ആഗോള സംഗമമാണല്ലോ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് നടത്താൻ അവർ തീരുമാനിച്ചത്. അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ലോകത്തിന്റെ വിവിധ മേഖലയിൽ വരുന്നവർ ഞങ്ങളോട് തന്നെ ഈ കാര്യം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഭക്തന്മാർ മുഴുവൻ കേന്ദ്രീകരിച്ച് ശബരിമലയുടെ തന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുറെ കൂടി മുമ്പോട്ടേക്ക് പോകുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്താ ഇത്ര വലിയ പ്രയാസം? ഞങ്ങൾക്കൊരു പ്രയാസമില്ല. വർഗീയതയ്ക്കെതിരെ ഈ വിശ്വാസികൾക്ക് വലിയ പങ്കുവയ്ക്കാനാണ് ഈ വല്ലാതെ വലിയ വിശ്വാസം പഠിക്കാമോ? വിശ്വാസം ഈ BJP പറയുന്നത് വിശ്വാസം അതിന് വേണ്ടിയും. കാരണം നമ്മുടെ വർഗീയത ആണി കത്തുമ്പോ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസികളുടെ കേട്ടോ. രാഷ്ട്രീയം ഈ ശബരിമലയിലെ യുവതി പ്രവേശനം നടത്തിയതും രാത്രി ഈ സ്ത്രീകളെ കയറ്റിയതും ആചാരലംഘനം നടത്തി നിർത്താനാണ് എപ്പോ ശബരിമലയിൽ 2018 പക്ഷെ ഇതിനകത്ത് BJP പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടിയല്ലേ അവർ കയറിയത്. ആ അവർ തന്നെ ശബരിമലയിൽ ആചാരലംഘനം നടത്തിയ ജനം എവിടെ നോക്കുമ്പോഴും നശീകരണം, എവിടെ നോക്കിയാലും വർഗീയത. അന്യമതക്കാരുടെ ഭാഗത്തുകാരുടെ ഈ നിലപാട് സ്വീകരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ശരിയായ രീതിയിലുള്ള വർഗീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ടുള്ള പക്ഷെ ഇത് വീണ്ടും ഈ BJP പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് പറഞ്ഞത്. വീണ്ടും ഈ ശബരിമലയും വിശ്വാസവും അയ്യപ്പനും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാകുമെന്ന് CPI കരുതുന്നു. ഞങ്ങൾ കരുതുന്നില്ല ചർച്ചയാകുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോ രാജ്യചന്ദ്രശേഖരൻ എന്ന് പറയുന്ന BJP പ്രസിഡന്റ് പറഞ്ഞത് എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കണം. അപ്പൊ നേരത്തെ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും. എങ്കിലും വാദത്തിന് എടുത്താലില്ലാണ് വെറുതെ വാദിക്കുന്ന കാര്യം. രാജീവ് ചന്ദ്രശേഖരൻ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു, എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ എന്തിനാണ് വരാവുന്നത്? അല്ല, വിശ്വാസികളായിട്ടുള്ള ആരും ക്ഷണിക്കുന്നില്ല. അതാ വിഷയം. എല്ലാ വിശ്വാസികളും മാത്രമേ ക്ഷണിക്കൂ. ഒരു വർഗീയവാദിയെ ക്ഷണിക്കില്ല. എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കും, വർഗീയവാദികളെയും ക്ഷണിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വർഗീയവാദം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയുണ്ട്, മഹാഭൂരിപക്ഷം എന്ന ഭൂരിപക്ഷ വർഗീയതയുണ്ട്. ഈ രണ്ടിനെയും ഒതുക്കും ഞങ്ങൾ. അത് അവിടെയല്ല. ശബരിമലയുടെ വികസനമാണ്, ശബരിമല മാസ്റ്റർ പ്ലാൻ ആണ്, ആഗോള അയ്യപ്പ സംഘവും അതിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ഈ 10 വർഷം എവിടെയായിരുന്നു എന്നാണ് പ്രതിപക്ഷം. ഈ 10 വർഷം ഞങ്ങൾ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്, നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്, നന്നായി നടത്തിയിട്ടുണ്ട്. അവസാനത്തെ വർഷം എന്ന് പറയുന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കടയും ഏറ്റവും ഫലപ്രദമായിട്ടാണ് തീർത്ഥാടനം നടത്തിയത്. ഇപ്പൊ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. പോയി വന്നാൽ എല്ലാവരും സംബന്ധിച്ചതാണ്. പിന്നെ എന്താ വ്യത്യാസം? 9 കൊല്ലത്തിന്റെ അവസാനം വരുന്ന 1 കൊല്ലം കഴിയുമ്പോഴല്ലേ ഏറ്റവും ശരിയായ രീതിയിൽ കാര്യം പറഞ്ഞു. ഈ ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം നല്ല രീതിയിലുള്ള കൊണ്ടുണ്ട് ഗവൺമെന്റ് ഇടപെട്ടാൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ. അത് ഈ വർഗീയവാദികളുടെ പണിയാണ്. എല്ലാവരും ശ്രീ എന്തോ പറയാനുള്ളത് അമ്മാതിരിയാണോ തുറക്കുന്നതെന്നുള്ള ചീപ്പായിട്ട് ഗൗരവം ചെയ്യും. ഈ അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഡയമണ്ട് പ്ലാറ്റിനം കാർഡുകൾ നൽകുന്നുണ്ട്. അത് കോടികൾ സംഭാവന ചെയ്യുന്ന ഈ ബിസിനസ്മാർക്ക് 1 കോടി കൂടുതൽ സംഭാവന ചെയ്യുന്നവർക്ക് ഡയമണ്ട്
ശ്രദ്ധയപ്പെടുന്ന സംഭവം ഈ മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചാൽ മനസ്സിലാവും. എനിക്കതിനെ പറ്റുന്നതല്ല. അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. അതൊക്കെ വിശ്വാസികൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുക. ആശയപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി അവർ ചെയ്യുന്നതാണ്. പക്ഷെ മാഷ പങ്കെടുക്കും. മാഷ പങ്കെടുക്കും. എന്നെ ക്ഷണിച്ചാലേ പങ്കെടുക്കുക. അത് പക്ഷേ ഈ ക്ഷണിച്ചാൽ പങ്കെടുക്കുമല്ലോ. ക്ഷണിച്ചാൽ പങ്കെടുക്കുന്നത് ക്ഷണിച്ചു നോക്കിയല്ലേ പറയാം. ഇല്ലാതെ ജോലി ചോദിക്കാൻ ഞാൻ നേരെ പറഞ്ഞിരിക്കുന്ന കാര്യം ആവശ്യമില്ലാതെ ജോലി ചോദിക്കാൻ ആവശ്യമില്ലാത്ത പറഞ്ഞു. കാര്യം അതിന് ഞാൻ സാധാരണക്കാരില്ലെന്നറിയാം. അത് പക്ഷേ ശബരിമലയിൽ യുവതി പ്രവേശന സമയത്തെടുത്ത സമീപനം അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടായെന്ന് CPM തന്നെ വിലയിരുത്തുകയും വീടുകൾ കയറി വിശ്വാസികളെ കാണാൻ CPM രാഷ്ട്രീയമായി ഞങ്ങളുടെ എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണെന്ന് വെറുതെ ആവശ്യമില്ലാതെ വിശ്വാസി സമൂഹത്തിൽ എതിരായ ഒരു നിലപാടും CPM സ്വീകരിക്കാറില്ല. വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസികളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാവുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പാർട്ടിയാണ് CPM. വെറുതെ ആവശ്യമില്ലാതെ ശബരിമലയിൽ പോകുന്നതിന് അച്ചടക്ക നടപടിയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അസംഘടനാപരമായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് അയാളെ വിജയിക്കും. നിങ്ങൾക്ക് രണ്ടു തമ്മിൽ വ്യത്യാസം മുതലാവാതെ പറഞ്ഞ ഞാൻ നയാ വിശദീകരിച്ചത് സംഘടനാപരമായ കാര്യം പറയാം. ഇത് എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണ്. അത് വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണ്. ഇനി ഇപ്പോഴും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ഈ നാളെയോ തന്നെയാണ്. അത്രയും പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കൊടുക്കുന്നതായിട്ട് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. വെറുതെ പറഞ്ഞത് അങ്ങനെയാ പറയുന്നത്. ഇന്ന് കുറച്ച് ആളുകൾ വിശ്വാസത്തിന് തീരുമാനം വർഗീയ കൊണ്ട് നടക്കുകയാണ്. വർഗീയതറിയോ വിശ്വാസമില്ല. വർഗീയതക്ക് വിശ്വാസമില്ല. ഒരു വർഗീയവാദിക്ക് വിശ്വാസമില്ല. നിങ്ങൾ വർഗീയവാദിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല. വെറുതെ വിശ്വാസം പറയുന്നത് മാത്രമേ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അത് ഭൂരിപക്ഷ വർഗീയതക്കും അതെ ന്യൂനപക്ഷ വർഗീയതക്കും ഇങ്ങോട്ട് യോഗമൊന്നുമല്ല. ഈ ഉയർത്തുന്ന ആശയത്തോടുള്ള കടുത്ത അമർഷമാണ്. ഈ മുട്ടിൽ മറുപടിയുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യുവിന്റെ അതായത് കേസ് ദുർബലമാക്കാനുള്ള കുറ്റപത്രം ദുർബലമാക്കിയെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രദ്ധയപ്പെട്ടില്ല. ഇല്ല, സത്യത്തിൽ അങ്ങനെ ആരെങ്കിലും ദുർബലപ്പെടുത്താൻ വിചാരിച്ച ദുർബലപ്പെടുത്തിയാണ് പറഞ്ഞു. അതൊക്കെ ശരിയായ രീതിയിൽ നടന്നു. അന്നത്തെ റവന്യൂ സെക്രട്ടറി ചെയ്തതിന്റെ തെറ്റായ വിവരങ്ങൾ തെറ്റായ ഉത്തരവൊക്കെ അടക്കമുള്ളതാണ് വെളിപ്പെട്ടത്. അതെ, അതിന്റെ വിശദാംശങ്ങളും എനിക്കറിയുന്നതല്ല. പത്രസമ്മേളനത്തിൽ ഏത് ലോകത്ത് നടന്ന കാര്യത്തിൽ എന്നോട് ശ്രദ്ധയപ്പെട്ടില്ല. ഇല്ല, അട്ടിമറിച്ച് അങ്ങനെ നടന്നിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ ഞാൻ ശ്രദ്ധയപ്പെട്ട കാര്യങ്ങൾ അറിയാം. തെറ്റായ ഒരു പ്രവണതക്കും ഗവൺമെന്റ് കൂട്ടി നിൽക്കില്ല, CPM കൂട്ടി നിൽക്കില്ല. അത്രയും പറയാം. പൊതുവായിട്ടുള്ള ഇല്ല. ശരി.